നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പം പൂജയൊക്കെ ആണല്ലോ, നവരാത്രി. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ വിജയദശമിയൊക്കെ വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ പൂജയ്ക്ക് വെക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവിടെ പൂജ വെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രസാദം എന്ന് പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗണപതി ഹോമം കഴിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു പ്രസാദം ഉണ്ടല്ലോ, അവലൊക്കെ വെച്ചിട്ടുള്ള, അതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് അവലാണ്. ഞാൻ ചുവന്ന അവൽ, മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. നല്ല പാറ്റവിൽ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ അല്ല കേട്ടോ, കുറച്ച് കട്ടിയുള്ള അങ്ങനത്തെ അവൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്, 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് വേണം, നീളത്തിലായിട്ട് ഇങ്ങനെ കൊത്തിയെടുക്കുമല്ലോ, അങ്ങനത്തെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരി എടുത്തിട്ടുണ്ട്, ഇതും 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. മലരുണ്ടല്ലോ, മലര് വേണമെങ്കിൽ മലരും എടുക്കാം കേട്ടോ. ഞാനിപ്പം ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ശർക്കര ഞാൻ 5 ആണി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉരുക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മധുരത്തിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പിന്നെ വേണ്ടത് കരിമ്പാണ്. കരിമ്പ് അങ്ങനെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല, നമുക്ക് കിട്ടി അതുകൊണ്ട് എടുക്കുന്നു, അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ കൽക്കണ്ടം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പഴം, 1-2 പഴം അവസാനം ഒന്ന് കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് നോക്കിയിട്ട് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ മുന്തിരി, കറുത്ത മുന്തിരിയും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യ് വേണം കാര്യമായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഉരുക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കുക. ഉരുക്കി അരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ശർക്കരയൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്, അതായത് പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ നല്ല പൊടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അരിച്ചാണ് പാത്രത്തിലേക്ക് മാറ്റുന്നത്. നമ്മളൊരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്, പാൻ വെച്ചു. ഇനി ശർക്കര ഉരുക്കിയത് ഒഴിക്കാൻ പോവാണ്. ഇനി നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ടൊന്ന് ചൂടായി വരുമല്ലോ, ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചൊരു 2 മിനിറ്റായി ഇങ്ങനെ ശർക്കര എല്ലാം നന്നായിട്ട് ചൂടായി ഒന്ന് ഇങ്ങനെ തിളച്ച് വരൂലേ, ആ ഒരു സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് അവലും അതുപോലെ തന്നെ പൊരി ഇതും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കാം. ഒന്നായി വരുന്ന സമയത്ത് നമുക്ക് സൈഡിൽ നിന്ന് മുന്തിരി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. എന്നിട്ട് നെയ്യും നമ്മൾ അവസാനം ഇതിലേക്ക് ചേർക്കൂട്ടോ. നമ്മൾ എള്ളൊന്ന് വറുത്തെടുക്കുകയാണ്. ഇത് 2 ടേബിൾ സ്പൂണാണ് എള്ള് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടാക്കിയ എള്ള് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പാകത്തിലാവുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ആ നെയ്യോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് പഴം ഉണ്ടല്ലോ, പഴം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കൽക്കണ്ടം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ കരിമ്പ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. പഴം അപ്പോൾ അധികം പഴുത്തത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, കാരണം ലാസ്റ്റാണ് നമ്മൾ ഇടുകയും ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പഴം അടിഞ്ഞു പോകും. പിന്നെ നമ്മൾ ശർക്കരയിലെ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. നെയ്യ് കൂടുതൽ ചേർക്കാൻ എന്താണെന്ന് വെച്ചാൽ മുന്തിരി വറക്കുമ്പോൾ നമ്മൾ ചേർത്തത് കൊണ്ടാണ്. അപ്പോൾ ആ നെയ്യും ശർക്കരയൊക്കെ ചേർന്ന് നല്ലൊരു മണം വന്നിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമ്മൾ തെറ്റിപ്പൂ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലിടും.
അങ്ങനെ നമ്മുടെ പ്രസാദം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശരിക്കും അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം പോലെ തന്നെ ഉണ്ടല്ലേ കാണുമ്പോൾ മാത്രമല്ല ടേസ്റ്റും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെ ചെറിയ പൂജകളൊക്കെ നടക്കുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.